ഒരു ഫ്രെയിം ഉണ്ട് നിങ്ങൾ മദ്രാസൂക്കിൻ്റെ ഫ്രെയിം എന്നെ കണ്ടിട്ട് വൈഫിനെ ചാട്ടി പുറത്തിറക്കിയിട്ട് അവരോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓടി വന്നിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ഓറാണോ ഇത് ആക്ച്വലി നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഇതാണ് കളർ കണ്ടുപോകുന്നൊരു ഫീൽ ചെയ്യാൻ കിട്ടും അല്ലേ? സമയം വൈകുന്നേരം 4 മണിയായി. ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലെ മസ്കറ്റിലെ ഗ്രാൻഡ് മാളിൻ്റെ പാർക്കിങ്ങിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ദുബായിൽ നിന്നും വണ്ടി ഓടിച്ച് മസ്കറ്റിലെത്തി ഗ്രാൻഡ് മാളിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുവച്ച് നമ്മുടെ ഷബാബ് ഖാൻ്റെ റൂമിലേക്ക് പോയി അവിടുന്ന് കിടന്നുറങ്ങി കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ പോണത് ഒരു റൈഡിലേക്കാണ്. ഇവിടെ റൂവി അതുപോലെ മത്ര പോലുള്ള സ്ഥലങ്ങളുണ്ട്, ഒരുപാട് മലയാളികളുടെ സ്ഥലങ്ങളാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നിരുന്നു ഇവിടെ വന്നപ്പം. അപ്പം അതുപോലുള്ള സ്ഥലങ്ങൾ പോയി നോക്കാം കേട്ടോ. ഇവിടെ കാരണം പൊതുവെ എല്ലാവരും പറയുന്നത് മസ്കറ്റ് ഇപ്പോൾ ഉറങ്ങിയെന്നാണ്. വെച്ചാൽ ആൾക്കാരൊക്കെ വളരെ കുറവാണ്, പണ്ടത്തെ പോലെയല്ല, മലയാളികളൊക്കെ വളരെ കുറവാണെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇന്നത്തെ ഫ്രെയിമിൽ നമുക്ക് ആരൊക്കെ കിട്ടാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ക്യാമറ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ക്യാമറ ചെറിയ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്യാമറ വൈഡ് ആംഗിളൊക്കെ മാറ്റി ഒന്ന് ലെവലാക്കിയിട്ട് പിന്നെ വിൻഷീൽഡ് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാഴ്ചയോട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ വിടാം. ഇപ്പം ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ്. ദുബായിനെ കമ്പയർ ചെയ്യുമ്പം ഒമാൻ്റെ വേറെ പ്രത്യേകത ഉണ്ട്. കാരണം ഇപ്പം ദുബായിലാണ് നമ്മുടെ ഇങ്ങനെ റോഡിലേക്ക് കൂടി പോകുമ്പം ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ടാവും. നോണ് അതുപോലെ തലാബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികളുടെ ഡെലിവറി ഉണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ബൈക്സ് എന്ന് വെച്ചാൽ ഇവിടെ ലോക്കൽസാണ് അധികം ഉപയോഗിക്കുക, പിന്നെ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുക, റൈഡേഴ്സൊക്കെയാണ് ബൈക്സ് ഉപയോഗിക്കുക. ഓൺലൈൻ ഈ പറഞ്ഞ പോലെ കൊറിയർ എല്ലാം തപാലൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബൈക്ക് കുറച്ച് റെയറാണ് കേട്ടോ റോഡിൽ. ഞാനിപ്പോൾ ഉള്ളത് 110-ലാണ്. ഇവിടെ 120 എങ്ങോട്ടാണ് സ്പീഡോമീറ്റർ കാണിക്കുന്നത്. ഇവിടെ എപ്പോഴും ലീവിലുള്ളത്. നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന ദിവസവും ഇവിടെ നാഷണൽ ഹോളിഡേ തന്നെ ഉള്ളത്. 1 വീക്കിന് മുകളിൽ ഇവിടെ നാഷണൽ ഹോളിഡേ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു ഇറക്കം വരുന്നുണ്ട്. ഞാൻ എപ്പം വരുമ്പോൾ ഇവിടുന്ന് സ്ലോ ആക്കിയിട്ട് ട്രാക്ക് മാറ്റിട്ട് പോകാറ്. നല്ല ഇറക്കമാണ്. ഇപ്പം ഞാൻ എപ്പോഴും സ്പീഡ് ട്രാക്കിൽ വന്ന് ഇവിടെ എത്തുമ്പോൾ ഞാൻ ഈ ട്രാക്കിങ് കൂടെ ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് വളരെ പതുക്കെ പോവും. പിന്നെ ഏകദേശം ഇവിടുത്തെ റോഡുകളൊക്കെ മനപ്പാടായി വന്നിട്ട് അൽബുസാൻ റോഡിലെ കൂടെ കയറുക, നിർത്ത ഈ സൈഡ് പിടിക്കുക. റൂവി പോകണമെങ്കിൽ ഈ സൈഡ് പിടിച്ചാൽ മതി. കുറച്ച് മുന്നോട്ട് പോയിട്ട് അങ്ങൊരു പാലം വരും, ആ പാലത്തിനടിയിലേക്ക് കൂടി പോവാം കേട്ടോ. ആദ്യം നമ്മൾ പോണത് മത്ര സൂക്കിലേക്കാണ്. മത്രയിലേക്കാണ് ഫസ്റ്റ് പോണത്. അപ്പം മത്ര ഇവിടുന്ന് ലെഫ്റ്റ് കേട്ടോ. നാല് മണിയായ സമയം ഇപ്പം 4:10 സാധാരണ ഗതിയിൽ 4:10 ആകുമ്പം ഉച്ചക്ക് റൂമിൽ പോകുന്ന ആൾക്കാരൊക്കെ വന്ന് കടകളൊക്കെ തുറക്കുന്ന സമയം കേട്ടോ. പിന്നെ പെരുന്നാളായതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവാകാനാണ് ചാൻസ് കൂടുതൽ. ബട്ട് സ്റ്റിൽ ഐ എം എക്സ്പെക്ടിങ് സം മല്ലൂസ്. മത്ര സൂക്ക് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. നല്ല 2-3 ഫോട്ടോസ് എടുക്കണം. ഒരു മനുഷ്യനല്ല കേട്ടോ, ഒരാളില്ല പുറത്ത്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഫോട്ടോ സെൻറ്റർ കേട്ടോ. ഇതാണ് മാത്ര സൂക്കിലേക്ക് എൻട്രൻസ് ആണ്. നോക്കി നിങ്ങൾ, ഒരു പൂച്ചക്കുഞ്ഞൂരില്ല. ഒരു 6 മണി 7 മണിക്ക് ശേഷം വന്നാലുണ്ടാവും കേട്ടോ. ഇപ്പോൾ തിരക്കൊന്നുമില്ല. ഞാൻ വേണ്ട ഏതായാലും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത് ശ്രീയോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരു ഫോട്ടോ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. 2-3 ലൊക്കേഷനിൽ പോയിട്ട് ഫോട്ടോസ് എടുക്കണം. ഇതിപ്പം ഓക്കെ, എല്ലാ കടകളും ക്ലോസ് ആണ്. 2 കടകളാണ്. ഒന്ന് ഈവനിങ് ആണ്, പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം എനിക്ക് തോന്നുന്നു പെരുന്നാൾ ആഘോഷിക്കാൻ പുറത്തുകൂടെ പോയിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഇന്നലെയൊക്കെ ഫുള്ള് പുറത്ത് കറങ്ങാൻ പോയി. ഇവിടെ എനിക്കൊരു ഒരു മലയാളികളെ അങ്ങനെ വളരെ റെയറാട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം നമ്മൾ കാണുന്ന ആൾക്കാരിൽ 90% ഉള്ളത് ബംഗ്ലാദേശികളും അതുപോലെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻസ് വളരെ കുറവാണ്, എക്സ്പെഷ്യലി മലയാളികൾ. ഇനി നമുക്ക് നേരെ കോർണിഷിലാക്കാം. കോർണിഷ് അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ വന്ന ദിവസം രാത്രിക്ക്, എന്നിട്ട് ഇവിടെ പെരുന്നാളിന് രാത്രി കോർണിഷ് വന്നിരുന്നു. ഫുള്ള് തിരക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് വണ്ടി ഫുള്ള് ബ്ലോക്കാണ്. അതുപോലെ ഏകദേശം ഈ കോർണിഷ് പോയി അടുത്ത റൗണ്ട് ഓവറും ചുറ്റിയിട്ട് അപ്പുറം പോകാൻ വേണ്ടിയിട്ട് 35 മിനിറ്റ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരുന്നു. അജാതി ബ്ലോക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇല്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറം വരുന്നുണ്ട്. പിന്നെ ഈ മല ഉണ്ടോ, ഇതിപ്പം കാണാൻ എങ്ങനെയുണ്ട്, ഒരു പാറക്കെട്ടല്ലേ. പക്ഷെ രാത്രിയാകുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റും വാട്ടർ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവർ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഫുള്ള് തിരക്കാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഇത് കാണുമ്പോൾ ശരിക്കും എനിക്കൊരുപാട് ഓർമ്മകളാട്ടോ. ഒരുപാട് ഓർമ്മകളാണ്. ഒമാൻ എന്നുള്ള രാജ്യം എനിക്ക് ഒരുപാട് ഓർമ്മകളാണ്. ഞാനൊക്കെ പണ്ട് ഈ രാജ്യത്ത് വിസിറ്റിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മാസം വിസിറ്റിംഗ് വിസയൊക്കെ എന്നാൽ 8000 അങ്ങനത്തെ വാങ്ങൽ. അപ്പോൾ വിസിറ്റിങ് വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ വിസക്കും ടിക്കറ്റിനൊക്കെ പൈസ കൊടുത്ത് ലാസ്റ്റ് അതൊക്കെ ലോസായി. അങ്ങനെ ഒരുപാട് എന്തിനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ ഇപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ബോർഡറിൽ നിന്ന് വിസക്ക് പൈസയില്ല. അതുണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വലി ബോർഡറിലെ 2 വീക്സിൽ നമുക്ക് വിസ ഓൺ അറൈവലാണ്. ഫ്രീ ആണ്, വിസൻ്റെ പൈസ ഇല്ല ഒമാനിൽ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ഇനി UAE റെസിഡൻസ് ഒക്കെ ആണെങ്കിൽ വരുമ്പം ബോർഡർ സുഖമായിട്ട് ക്രോസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫാമിലീസ് വളരെ റെയറാണ്. ഇത് മുഴുവനും ബാച്ചിലേഴ്സാണ്. ഇന്നലെ മുതൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം അത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇതുപോലെ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. ഈ ഒരു ഫ്രെയിം ഉണ്ട് നിങ്ങൾ, മത്രാസൂക്കിൻ്റെ ഫ്രെയിം. ഞാൻ ഈ മത്രാസൂക്കിൻ്റെ അവിടെ വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ മുന്നേ എടുത്തിരുന്നു. അപ്പം എന്താ പറയുക, ഇതൊക്കെ ടാക്സീസാണ് ഓപ്പോസിറ്റ് ഉള്ളത്. പിന്നെ ഇപ്പം ആൾക്കാർ വരുത്ത് വളരെ കുറവാണ്. കോർണിഷ് നോക്കിയാൽ കോർണിഷിൽ സാധാരണ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കപ്പലുണ്ടാണ് കേട്ടോ. അത് ഇവിടുത്തെ രാജാവിൻ്റെ കപ്പലാണ്. അതിപ്പോൾ കാണുന്നില്ല. അതെനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും പോയിട്ടുണ്ടോ. ഇവിടെ നോക്കിയേ, ടടേ. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. മീൻസ് അങ്ങനെ തണുക്കുന്ന തണുപ്പല്ല, എന്ന് വെച്ചാൽ ചൂടില്ല കേട്ടോ അതിനർത്ഥം. അപ്പം ആൾക്കാർ വന്നു തുടങ്ങാനായി. ഇപ്പോൾ സമയം 5 മണിയായി. 4 മണിക്കാണ് ഞാൻ ഇങ്ങോട്ട് വിട്ടത്. ദിവസം ഇവിടെ ഇങ്ങനെ വെറുതെ തേരാപ്പാര നടക്കുക കേട്ടോ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് മലയാളീസൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. നല്ല അടിപൊളി വൈബാണേ. ഇപ്പോൾ നല്ല പഴയ മലയാളം പാട്ടുണ്ട്. തൽക്കാലത്ത് ഞാൻ വന്ന് പൗസ് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റ് എടുക്കാൻ പറ്റും. നല്ല പഴയ മലയാളം പാട്ടെല്ലാം കേട്ടിട്ട് ഒരു ചായ, ഇടയ്ക്കൊരു ചായ എടുക്കും, കുടിക്കും, വണ്ടി നോക്കും, ഇങ്ങനെ പരിസരം നോക്കും, എൻജോയ് ചെയ്യും. എൻ്റെ ചായൻ്റെ ഗ്ലാസ് എടുക്കും, എൻ്റെ വെള്ളം എടുക്കും, കുടിക്കും. ഇതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ ഒരു ചങ്ങണ്ട്. പേര് കൊടുത്തോ, പേര് പറഞ്ഞോ. എൻ്റെ ഒരു അബ്ദുൽ സയ്യിദ്. നാട്ടിൽ ഡീറ്റെയിൽസ് ഓർമ്മ എടുത്തോ. ഞാൻ നാദാപുരാണ്, കുമ്പം കാണുന്ന സ്ഥലം.
ഓനിപ്പോൾ എന്നെ കണ്ടു വന്നതാണ്, നമ്മൾ ഫോളോവറാണ്. ഇപ്പം നമ്മൾ രണ്ടാളും ഒരുമിച്ച് വൈബാക്കുന്നത് കേട്ടോ. ഉപ്പർ ഇവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് നല്ല ഉപ്പാൻ്റെ ഷോപ്പാണ്, കൊച്ചു മുതലാളിയാണ്. അപ്പം നമ്മളിങ്ങനെ അങ്ങനെ നാട്ടിലത്തെ വർത്താനങ്ങളും പറഞ്ഞ് പാട്ടെല്ലാം കേട്ട് ഒരു 1/4-3 മണിക്കൂർ ഇങ്ങനെ വൈബ് പിടിച്ചിരിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. मेरा फेस में डालता है ना, वाइट हो गया मुश्किल नहीं। नाम क्या है तुम्हारा? नाम क्या है? എന്നെ കണ്ടിട്ട് വൈഫിനെ ചാട്ടി പുറത്തിറക്കിയിട്ട് അവിടെയോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓടി വന്നിട്ടുണ്ട്. ബ്രോ പേര് പറഞ്ഞോ? അശോക്. എവിടെയാ? ട്രിവാൻഡ്രം, തൃശ്ശൂർ. ഓക്കെ, ഇയാളെ പേരെന്താ? ഇയാള് നാട്ടിലൊക്കെ എല്ലാവരും കാണുന്നുള്ളൂ. പേര് ആദി. നാട്ടിലെത്തിയിട്ടില്ല. അപ്പൊ എന്റെ ക്യാമറ എല്ലാവരും ക്യാമറ കൂടെയാണ് ആദ്യമായിട്ട് ക്യാമറമാൻ ആദ്യമായിട്ട്. അപ്പൊ ഞങ്ങള് അല്ല ഉണ്ണിയെ അല്ലടാ ഉണ്ണി. അപ്പൊ തൃശ്ശൂരാക്കി. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ടൂടൊക്കെ മാറും. പണികൾ എങ്ങനെയുണ്ട്? ഹാപ്പി. എത്ര ദിവസം മസ്കറ്റ് കറങ്ങുന്നുണ്ട്? മസ്കറ്റ് എത്ര കറങ്ങുന്നത്? ഞാനിപ്പോ 14 വർഷമായി മസ്കറ്റില്. ഒമാനിലുണ്ട്. ഒമാനിലോട്ട്. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. ഞാനിപ്പോ ടെമ്പററി ഹയർ ചെയ്തിട്ട് അമ്മയുടെ പേരെന്താ? നാണിച്ചിട്ട് പറ. എന്റെ പേരെന്താ? സ്മൈൽ, ക്യാമറ സ്മൈൽ. ഓക്കെ ബ്രോ, എന്താ വർക്ക് ചെയ്യുന്നത് പറഞ്ഞോ? ഞാൻ ഷിപ്പിംഗ് മില്ലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്കിനെല്ലാം പോണ്ടേ? എന്ത് തോന്നുന്നു? ലൈഫ് എങ്ങനെയുണ്ട്? ഇപ്പൊ എത്ര ദിവസം ലീവ് ഉള്ളത്? 9 ദിവസം ലീവ് ഉണ്ട്. ശമ്പളം കിട്ടല്ലേ? ഓ, നിങ്ങളെല്ലാം ഭാഗ്യം. നമുക്കൊന്നൊരു പണിയില്ലാത്തതുകൊണ്ട് പിന്നെ ഇത് നമ്മൾ കഷ്ടപ്പാടിച്ച പണിയാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഞാനൊരു 40 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മലയാളി ഫാമിലീസൊക്കെ വന്നു. പിന്നെ ഒരു മലയാളി ഫാമിലി വന്നപ്പോൾ അവർ ഫുഡ് കഴിക്കില്ലായിരുന്നു. ഫുഡ് കഴിച്ച് വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നവർ ഞാൻ വെയിറ്റ് അടിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അൽമൂജിലേക്കാണ്. അൽമൂജി പോയിട്ട് അവിടെ നമ്മൾ ഒമാനി ഫ്രണ്ട് ഉണ്ട്, ചങ്ങായിനൊന്ന് മീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് പ്ലാൻ. ഹലോ ഹലോ, സന്ദേ ആണോ? എന്താ പരിപാടി? അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാവരും ഉണ്ടല്ലോ. ഹായ് ഹായ്. എപ്പോഴാണ് തിരിച്ചു പോണേ? ഞാനും മറ്റന്നാൾ രാവിലെ. ഓക്കെ, അപ്പോൾ കാണാം. ബൈ 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 ബൈ. കാണാം. ബൈ ബൈ മോളെ. ബൈ 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 ബൈ. കാണാം ബ്രോ കേട്ടോ. ഇൻഷാ അല്ലാ കാണാം. Yeah. Insta ID? Yeah, here. ഞാനിവിടെ കറക്കാറ്. ഇനിയിപ്പോൾ നമുക്ക് പോട്ടെ, കാണാം. ഞാൻ കണ്ണൂരാ. നിങ്ങളുടെ കൊല്ലോ? പോട്ടെ എന്നാലേ, കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരം ആയപ്പം ചൂട് പോയി. നല്ല നല്ല ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഫാമിലീസൊക്കെ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊരു ബർക്കത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ ക്യാമറ സെറ്റായി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച മിസ്റ്റേക്ക് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ സെറ്റായിട്ടുണ്ട്. നമുക്കിനി പോകേണ്ടത് അൽമൂജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അൽമൂജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു നൈറ്റ് ലൈഫാണ്. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം പോയിട്ട് നോക്കിയിരുന്നു. അപ്പം അത് ഞാൻ അവിടെ നൈറ്റ് ലൈഫ് അല്ല, മീൻസ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പട്ടയാത്ത ഐലൻഡ് അല്ല, ആ നൈറ്റ് ലൈഫ് അല്ല കേട്ടോ. രാത്രി കാലങ്ങളിൽ കുടുംബമായിട്ട് പോയി ഒരു ചായനും കുടിച്ച് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം അതാണിത്. ഇപ്പം ഞാനിവിടെ പോണത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി മീറ്റ് ചെയ്യണേ. റൂവിൻ്റെ അവസ്ഥ ഇതാണ്. പെരുന്നാളായതുകൊണ്ട് ലീവും കാര്യങ്ങളും, ആൾക്കാർ റോഡിൽ കുറവാണ്. എനിക്ക് തോന്നുന്നത്
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ മലയാളികൾ മുഴുവനും വേറെ ഏതൊക്കെയോ സ്ഥലത്തേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പോയിട്ടുള്ളൂ കേട്ടോ. കാരണം മലയാളികളെ എനിക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റു രാജ്യക്കാരെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അതന്നെ പറഞ്ഞത്. ഈ എല്ലാവർക്കും ഒരുപക്ഷെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ റൂവിലൊക്കെ വന്ന് താമസിച്ച് ഇതൊക്കെ വിട്ട് നാട്ടിൽ പോയ ആൾക്കാരല്ലേ, അവർക്ക് ഈ ഒരു വ്യൂ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും കേട്ടോ. സീരിയസ്ലി അങ്ങനെയുള്ള ആരും കൊണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ വ്യൂ കാണാമെന്ന് പറയണം. കാരണം കണ്ടിന്യൂസ്ലി ഈ ഒരു ബൈക്കിൽ മോട്ടോ വ്ളോഗിൻ്റെ ക്യാമറ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പം ഈ ഇത്രയും നിങ്ങൾ വന്ന് കണ്ടു പോകുന്നൊരു ഫീൽ ചെയ്യാൻ കിട്ടും അല്ലേ. ആ ഫീൽ ഞങ്ങൾക്ക് ഇത് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് റൂവിൻ്റെ ലുലു. റൂവി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ദേര എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ മസ്കറ്റുകാർക്ക് റൂവി കേട്ടോ. ഈ കട എത്ര വർഷമാണെന്ന് പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ കാണുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വീഡിയോയുടെ ബിഗിനിങ് പറഞ്ഞു ഒമാനിൽ ബൈക്സ് കുറവാണെന്നുള്ളത്. ശരിക്കും ഈ ഗോൾഡ് വിങ്ങൊക്കെ ഇവിടെ റെയർ കേട്ടോ, മീൻസ് മലയാളിയുടെ കയ്യിൽ. ഞാനിപ്പോൾ ചോദിച്ചിടത്തോളം വണ്ടികളില്ല. ഞാൻ മുന്നേ ഇവിടെ ബൈക്കേഴ്സിന് ഇവിടെയൊക്കെ പോയി വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വണ്ടികളുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ യു എയിലുള്ളവർ അത്ര വലിയ ഹ്യൂജ് നമ്പേഴ്സ് ഇവിടെ ഇല്ല. അത് ലൈസൻസ് കിട്ടുന്നതിൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണോ വേറെ എന്തെങ്കിലും നിയമ തടസ്സങ്ങളാണോ എന്താണെന്ന് അറിയില്ല. കാരണം ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എന്നാൽ ആൾക്കാർ വണ്ടി വാങ്ങും. ബൈക്ക് ഓടിച്ച് ക്രേസ് കയറിയവന് അന്റാർട്ടിക്ക പോയി അവന് ബൈക്ക് ഓടിക്കാൻ ചാൻസ് കിട്ടി അവൻ ഓടിക്കും. അതാണ് ഈ വണ്ടിയുടെ ഒരു മാജിക് പവറാണ്. അൽമോജിലേക്ക് ഇവിടുന്ന് 34 കിലോമീറ്റർ ഉണ്ട്, 27 മിനിറ്റ് ആണ്. ഞാൻ വിൻഷീൽഡ് മുകളിലോട്ടാക്കും. കലങ്ക എനിക്ക് വല്ലാണ്ട് കാറ്റിടും കേട്ടോ. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിൻഷീൽഡ് താത്തിയത്. ഇപ്പോൾ ലോങ് പോകുമ്പോൾ നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. അപ്പം പൊക്കട്ടെ. ഡൺ. വ്യൂ എങ്ങനെയുണ്ട്? കുറച്ചല്ലേ പൊങ്ങിയിട്ടുള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അൽമോജിലേക്ക് വിടാം. അങ്ങനെ അൽമൂജെത്തി. നല്ല ചിഹ്നം പറ്റിയ റോഡാട്ടോ. റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡാണ്. നല്ല സൂപ്പർ റോഡ്, ഐസും വെള്ളം പോലത്തെ റോഡ് കേട്ടോ. അതും ഒരു വണ്ടി ഒന്നുമില്ല. അപ്പം അൽമോജിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോണത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു, രാത്രി ആദിലൂടെ വന്നിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരണം എന്ന് വെച്ചതാണ്. ഞാനിവിടെ എത്തി. പിന്നെ എൻ്റെ മൊബൈലേ വേറെ പ്രശ്നമുണ്ട്, ഐഫോണിൻ്റെ ഇഷ്യൂ ആണ്. കാരണം ഈ വണ്ടീൻ്റെ ഫ്രണ്ടിൽ ഹോൾഡ് ചെയ്യുമ്പം ഭയങ്കര ഹാങ് ആകുന്നുണ്ട്. മിക്കവാറും ഹോൾഡർ ചെയ്യാൻ മാറ്റേണ്ടി വരും. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അൽമോജിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഉള്ളിൽ പോകാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ മീറ്റ് ചെയ്യേണ്ട പയ്യൻ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട്. അവനെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഫുഡൊക്കെ വേണ്ടിയിട്ട്. ഒമാൻ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് നാട്ടിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകട്ടെ. ഇപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എത്തി. ഇത് ഒരു റോസിമ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഒമാനി ട്രഡീഷണൽ റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ചിട്ട് ഈ അറബ്സിനെ മാത്രമേ കാണുന്നു, വേറെ ആരും കാണുന്നില്ല. ഇപ്പോൾ വേറെ കാര്യം, ഈ താലിബ് എന്നുള്ളത് ഇവിടുത്തെ ഒമാൻ ടൂറിസ്റ്റിൽ വർക്ക് ചെയ്താണ്. അപ്പം ഇവനെ കഴിഞ്ഞ ദിവസം ഫാമിലിയായിട്ട് കൊച്ചിയിൽ വന്നു. അപ്പം ഞാൻ കൊച്ചി പോയി മീറ്റ് ചെയ്തു, കൂട്ടി കുറച്ച് കറക്കി, ഫാമിലിനെ കറക്കി. അതിന് ശേഷം ഞാൻ കൂട്ടി റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയി. അവിടെ പോയി എല്ലാവർക്കും എൻ്റെ റെസ്റ്റോറൻറ്റിൽ എല്ലാവിധ വിഭവങ്ങളും അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അന്ന് അവൻ എന്നോട് പറഞ്ഞു, ഈ വണ്ടി എടുത്തുന്നാലും ഒമാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റെസ്റ്റോറൻറ്റ് ട്രഡീഷണൽ അവിടെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അവന് വളരെ ജെനുവായിട്ടുണ്ട് പറഞ്ഞു, ഈ വണ്ടി എടുത്തിട്ട് തന്നെ വരണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്തെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തു. കാരണം അവനതിൽ പറയുന്നുണ്ട്, ഐ വാണ്ട് യു ടു കം ടു ഒമാൻ വിത്ത് ദിസ് ബൈക്ക്. സോ ഐ എം ഇൻ ഒമാൻ വിത്ത് മൈ ബൈക്ക്. സോ അതിൻ്റെ ബാക്കി ട്രാൻസ്ഫേഴ്സ് ചെയ്യുന്ന എടുക്കും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലേക്ക് റീലിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഫൈനലി നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. യെസ്, കം താലും. ഹൗ ആർ യു? How are you? Hello, how are you? So as you asked here in Oman, Yeah. you asked me in Kerala that you want the bike in Oman, right? Yes. Yeah, it's in Oman. Welcome in Oman. Yeah. Milla, So- thank you for coming here in Oman. Okay. And I so hope- yeah, tell me. I hope everyone, to visit Oman, because Oman, a lot of, landscape in Oman. You can visit many places here in Oman. You can see mountains, beach,
and also you can also traditional fourth, everything you can find it in Oman. He's saying because he's working for Oman Tourism. Yes. You want to promote the country tourism, right? Yeah. So actually, this is it's a traditional restaurant. Yeah, this is Rosna restaurant, which is all traditional Omani food. You can taste it here in this restaurant. Inshallah. So where's the kid? Call him. I will put Ismail. Tal. come, Ismail. Tal, come. So you are a YouTuber. Yes. What is your YouTube channel name? Let's. It's no. What do you want to say? Yeah. What is the YouTube channel name? Ismail? Ismail. Yeah. Ismail. You have a YouTube, Facebook, Instagram. No. Here. Only No. on Instagram. Instagram. Yes. What is the name Instagram? Ismail English. Ismail English. Oh, okay, good. ഇതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ, ട്രഡീഷണൽ ഒമാനി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞാനതിൻ്റെ അകത്തെ വ്യൂലും കാണിച്ചിടാം. സൂപ്പറാണ്, കാണാനൊക്കെ നല്ല കളർഫുള്ളാണ്. പിന്നെ പഴയൊരു കൊട്ടാരം പോലെ, മണ്ണിൻ്റെ കൊട്ടാരം പോലെ ഡിസൈൻ ആയിട്ടുള്ളത്. ഒരു മരത്തിൻ്റെ ഡോർ കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഓ, ഇവിടെ ഫോറിനേഴ്സും ഒമാനികളും മാത്രമേ ഉള്ളൂ കേട്ടോ. കാണിച്ചിടാം. ഇതൊരു അമേസിങ് സംഭവമാണ്. ഇതൊരു കിണറിൻ്റെ ഫീൽ കേട്ടോ, താഴെ വെള്ളമൊക്കെ ആയിട്ട്. അതുപോലെ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ് എടുത്തിട്ടുണ്ട്. ചുറ്റും കാണിച്ചത് ഒരുപാട് ഫാമിലി ഉണ്ട്, അപ്പോൾ ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചത് ഇത് ആബ്സല്യൂട്ട്ലി ഇത് തീമൊക്കെ നിങ്ങൾ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇവിടെ ആക്ച്വലി ഷോപ്പ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക് വാങ്ങുന്നുണ്ട് വാങ്ങാം. ഒരുപാട് ഐറ്റംസ് ഇവിടെ വിൽക്കുന്നുണ്ട്. ഞാൻ ഒമാനിൽ വന്ന് ഇത്ര കൊല്ലമായിട്ട് ഇത്രയും നല്ല റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒമാനിയുടെ എല്ലാ ഫ്രണ്ട്സിനോടും നിങ്ങൾ പറയണം, സജസ്റ്റ് ചെയ്യണം. പ്രൈസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നേരെ മുകളിലേക്ക് നോക്കി അവിടെ ഒരു ലാഡറിൽ മുകളിലേക്ക് ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് അവർ ഡിസൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കംപ്ലീറ്റ് അമേസിംഗ് ആണ്. മെനൂസ് എന്താണെന്ന് എനിക്കറിയില്ല. ഈ ചങ്ങാതിയാണ് ഇതിൻ്റെ ഓണർ. അടിപൊളി വെച്ചാൽ അടിപൊളി കേട്ടോ മൊത്തത്തിൽ. ഇവിടെ ആക്ച്വലി മെയിനായിട്ടുള്ളത് ടൂറിസ്റ്റുകളാണ്. എനിക്ക് ചുറ്റും കാണാൻ പറ്റും, എനിക്ക് വേറെ ആരും കാണാൻ പറ്റില്ല. ടൂറിസ്റ്റുകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ദോശ വന്നു, ദോശയിൽ ചെറിയ ക്രീമൊക്കെ വന്നു, അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് മെയിൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഓവറുണ്ട് കുറച്ച് ഇട്ടാവുന്നുണ്ട്. അപ്പം അവർ നമുക്ക് എല്ലാ ഡിഷും കുറച്ച് ക്വാണ്ടിറ്റി ടേസ്റ്റ് ചെയ്യാനുണ്ട് വരുന്നത്. എനിക്കെന്തായാലും ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഒമാനിലെ മലയാളികൾ ഈ ലൊക്കേഷൻ അറിഞ്ഞാൽ ഓടി വരും. ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇവിടെ മലയാളികളോട് അറിയാം കസ്റ്റമേഴ്സ്. അത്രയും സൂപ്പർ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഫസ്റ്റ് നമുക്കൊന്ന് ഡിഷാണ്. ഇത് സമൂസാണ്, ഇത് മസൂരി, ഓക്കെ, ഇത് കച്ചാമി, ഇങ്ങനെയാണ് പേര് പറഞ്ഞത്. സോ നമുക്ക് സമൂസ എടുക്കാം കേട്ടോ. ഇതിൽ ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ട്, എന്താണെന്ന് അറിയില്ല. ഒന്ന് ഡിപ്പ് ചെയ്യാം. ഡിപ്പുണ്ട്, നല്ല ചൂടാണ്. സമൂസ അടിപൊളിയാണ്. ഇത് ആക്ച്വലി എരിവില്ല, പുളി പോലത്തെ ഉള്ള കേട്ടോ. അടുത്ത ട്രൈ ചെയ്യാൻ പോണത് ഇതാണ് കച്ചോരി. എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ഉള്ളുണ്ടോ ഉരുളക്കിഴങ്ങ് ഉള്ളത് കാണുമ്പോൾ. വാവ്, നല്ല പുളിയിൽ ഉരുളക്കിഴങ്ങ്. അത് നമ്മൾ ബോണ്ടി ആകുമ്പോൾ നോർമൽ ഉരുളക്കിഴങ്ങ് അല്ലേ, ഇത് നല്ല അടിപൊളി പുളിയിൽ ഉരുളക്കിഴങ്ങ് കേട്ടോ. അടുത്തത് ഇത് പേര് മറന്നു പോയി, സോറി കേട്ടോ, ബേക്കറി ചെന്നാൽ മതി. ഫുള്ള് ഉള്ളീനെ കൊണ്ട് ലേറും കളിയാണ്. മൂന്ന് സാധനം, മൂന്ന് ടേസ്റ്റ്. അപ്പം അതിന് ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്പും അടിപൊളി കേട്ടോ. ഓക്കെ, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. തന്തൂരി റൊട്ടി പോലത്താണ്. ഇത് നല്ല സലാഡാണ്. ഇത് നോൺ വെജ് സലാഡ് കേട്ടോ. ചിക്കനാണ് ബീഫാണ് തന്നിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇത് 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 ഒരു മുതലാണ്. റൈസാണിത്. മട്ടൺ ബീഫ്, മട്ടൺ ഓർ ബീഫ് ഷവായ്, ട്രഡീഷണൽ ഷവായ്. ഇത് ട്രഡീഷണൽ ഒമാനി ഷവായുടെ കഴിച്ച് അഭിപ്രായം പറഞ്ഞുതരാം. പിന്നെ ഇവിടെ സാധാരണ ഗ്രില്ലുണ്ട്. ഇത്രയും സാധനങ്ങൾ സെർവ് ചെയ്ത് ഗ്രില്ലിൻ്റെ കൂടെ ഇവർ ഈ പുളിവെള്ളം എല്ലാ സ്ഥലത്തും തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം ഈ ഷവായി ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പീസില്ലേ, ഇത് ഷവായി, ഒമാനി ട്രഡീഷണൽ ഷവായി ആണ് പുള്ളി പറഞ്ഞത്. ഇത് ഇലയാണ്, സലാലയിൽ നിന്ന് കൊണ്ടുവന്ന ഇലയാന്ന് തോന്നുന്നത്. സലാലയാണ് ഇലൻ്റെ മെയിൻ. ഓക്കെ, ഇതാണ് നിങ്ങൾ, ഇതാണ് കളറ്. ഉണ്ട് ഇത് സ്പൈസി അല്ല, എന്തൊരു ഡിഷ്. ഇതിൻ്റെ ഫ്ലേവർ എന്നാൽ എനിക്ക് മനസ്സിലാകും കേട്ടോ. കാരണം തീരില്ല. നമ്മൾ ഫുഡ് കഴിച്ചിരുന്ന ടേബിൾ ഫുഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതിൽ ഒരു കാര്യം എന്താ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഇവർ ഈ മീറ്റ് ഉണ്ടല്ലോ, ആ മീറ്റ് ഹണിയിൽ മുക്കി തിന്നോ, നമ്മൾ തേനിൽ മുക്കി തിന്നോ. ഇവർ ഒമാനി ഹണി ഓർഡർ ചെയ്തു, എന്നോട് പറഞ്ഞത് ടേസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു അതിന് എരിവോ സ്പൈസി കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞു വെച്ചാൽ ഞാൻ എന്തും അതെടുത്തിട്ട് തേനിൽ മുക്കി തിന്നു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നമ്മൾ മറ്റേ എന്താ പറയുക, പഴംപൊരിയും ബീഫ് കഴിച്ചില്ലേ, നിങ്ങൾ അടുത്തത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഇറച്ചി തേനിൽ മുക്കി തിന്നുള്ളത്. ഒരു ഇവിടെ ഹൽവയൊക്കെ തിന്ന് ഫീൽ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവർ സ്വീറ്റ്സാണ് ട്രൈ ചെയ്യാൻ പോണത്. അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവരെ നല്ല രീതിയിൽ നോക്കിയിരുന്നു, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പം ഞാനിപ്പോൾ അവരുടെ നാട്ടിൽ വന്നപ്പോൾ എന്താ അവരെന്നെ ട്രീറ്റ് ചെയ്തു അല്ലേ. അതാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, ഗിവ് ആൻഡ് ടേക്ക്. ഇനി വരാൻ പോകുന്ന സ്വീറ്റ്സ് ആണ്. സ്വീറ്റ്സ് വന്ന് അടിപൊളി സ്ക്വിഡ് ഗെയിംസിലെ മറ്റേ കുത്തിപ്പൊടിക്കുന്ന സാധനങ്ങളുണ്ട് കാണുമ്പോൾ. ഇത് ആക്ച്വലി UAE നമ്മൾ കണ്ടുകൊടുക്കുന്നതാണ്, ഒരു സ്വീറ്റാണ്. ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ്. ഇത് രണ്ടുമാണുള്ളത്. വേറെ ഉള്ളത് കാവ ജ്യൂസ് കേട്ടോ. ക്യാമറമാൻ പ്ലീസ്. ഓൻ ആക്ച്വലി ഇൻഫ്ലുവൻസറാണ്. ഒരു 500 ഫോളോവേഴ്സിനും എനിക്ക്. പക്ഷേ ഓൻ ഇവിടെ വീഡിയോ ലോക്കൽ പ്രൊമോഷൻ ചെയ്യാൻ 20 റിയാലിനൊക്കെ ചാർജ് വാങ്ങുന്നത്, 200 ദിവസമൊക്കെ വാങ്ങുന്നത്. ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാണ്. UAE നമ്മൾ കാണാം ഇവിടെ സ്ത്രീകൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഓയിലിട്ട് പൊരിച്ചെടുക്കുന്ന കേട്ടോ. സെയിം സാധനം, സെയിം ടേസ്റ്റ്, ഒരു മാറില്ല. പക്ഷേ ഓയിലിന് ചെറിയ ഡിഫറൻറ്റ് കേട്ടോ. പിന്നെ വാട്ട് നെയിം ഓഫ് ദിസ് വൺ? കബീസ. നെബീസ അല്ല, കബീസ. ഇത് ഇവിടെ ഇവർ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റോസനാണ് പേര് കൊടുത്തിട്ടുണ്ട്. നോക്കാം. വളരെ സോഫ്റ്റാണ്. ഓക്കെ, സോഫ്റ്റാണ്, ഒരു ഹൽവയെല്ലാം പോലെ കേട്ടോ. റോസ് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, മധുരമില്ല. പിന്നെ വായിട്ട് തന്നെ അലിഞ്ഞു വരും. അപ്പോൾ വായിലിടുമ്പോൾ ഒരു രസമില്ലാത്ത ഒരു ഫീലാവും. ശരി, ആ അലിഞ്ഞ് വായിലുമ്പോഴേക്ക് മെൽട്ടായി പോയിട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. സോ ദിസ് ഇസ് മൈ ക്യാമറമാൻ. അടിപൊളിയായിട്ട് കറക്റ്റ് ഫുഡെല്ലാം കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് എടുത്ത് പോയിട്ട് കറക്റ്റായിട്ട് സൂപ്പർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ പിന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഫോളോ ചെയ്തിട്ട് പാവത്തിന് സപ്പോർട്ട് ചെയ്തു. You need followers in Instagram? Yes. How much followers you want? 400 400 400 قريب 500 500 400 So you need 1000 يا ريت 1000 1000 أيوة. I'm speaking Arabic. أنا معلوم ما في زيادة. I'm speaking Arabic. اوكي അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത് കുറച്ച് പൈസ കൂടിയ ഒരു റെസ്റ്റോറൻ്റാണ്, എക്സ്പെൻസീവാണ്. പക്ഷേങ്കിൽ എല്ലാ ദിവസവും വരാൻ പറ്റുന്ന സാധനമല്ല. നമുക്ക് മാസത്തിൽ ഒരു തവണ നമ്മൾ ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് കൊണ്ടുവരാം. നല്ല ഹൈജീനിക്കാണ്, നല്ല വൃത്തിയാണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അവർ ആ ഒരു ലൊക്കേഷനാണ്. കാരണം അവർ ഒരു ഫോർട്ട് പോലെ, ഞാൻ പറഞ്ഞ നിസ്വ ഫോർട്ടിൻ്റെ ഡിസൈൻ അവർ പണിതില്ല. അപ്പോൾ അത്രയും ഒരു നല്ലൊരു സെറ്റപ്പിലായിട്ടുള്ളത്. അപ്പം ഇവണ ഗോ ഫോർ എ റൈഡ്. ശരിക്കും പുള്ളി അവിടുത്തെ ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഫോർച്യൂണർക്ക് വന്നപ്പോഴും അതിന് മുന്നേക്ക് വന്നപ്പോഴൊക്കെ എന്നെ സഹായിച്ച ആൾക്കാരാണ്. കാരണം ഈ ഒരു രാജ്യത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സഹായം ഉണ്ടെങ്കിൽ ഒരു ട്രാവലർ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അന്ന് എന്നെ വിശ്വസിച്ചിട്ട് അവരെനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തന്നു. ഞാനത് കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് ട്രസ്റ്റായി. സോ അതിന് ശേഷമാണ് ഞാൻ എപ്പം വന്നാലും അവരെനിക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ തരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് മാത്രമല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആർക്കും അവർ ലെറ്റേഴ്സ് കൊടുക്കും. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ദിലീപായിരുന്നു, പുള്ളി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് അതിന് ആവശ്യം വന്നിട്ടില്ല. പുള്ളി നമ്മളെക്കാളും വലിയ ടീമാണ്. അപ്പോൾ പുള്ളിക്ക് ആവശ്യമില്ല. എന്നാലും നമ്മൾ വെച്ച് ലെറ്റർ അവരെടുത്ത് ഒപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇവിടെ പെരുന്നാളിന് ലീവായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ് ഇവിടെ ഭയങ്കര ഡ്രൈ ആണ്, മലയാളികളൊന്നുമില്ല. ഞാൻ 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞില്ല, മസ്കറ്റിൽ ഒമാനിൽ ഓവർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഒമാനായാലും ഖത്തറായാലും ബഹ്റൈനായാലും സൗദി ആയാലും എക്സ്പ്ലോർ ചെയ്യുന്നില്ല.
നമ്മൾ നേരെ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത കൺട്രീസാണ് ഈ ട്രിപ്പിൽ ഫോക്കസ് ചെയ്തത്. ഇവിടെയൊക്കെ വരുന്ന റേറ്റ്സ് എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന് ഈ നമുക്ക് എണ്ണം തയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ 100 കൺട്രി എന്നുള്ളത് നമുക്ക് എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രാജ്യങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പറ്റും. അതൊന്ന്. രണ്ടാമത് നമ്മൾ പ്രൊമോഷൻസ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് വരുന്നത്. ഇപ്പം നമ്മളൊരിക്കലും ചൈന വഴി കയറിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സിംഗപ്പൂരിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ GCC കൺട്രീസ് പോകുമ്പോൾ നമുക്ക് സ്പോൺസേഴ്സ് പ്രൊമോഷൻസ് കിട്ടും. പ്രൊമോഷൻസ് ഇല്ലാതെ നമുക്ക് നടക്കില്ല കേട്ടോ, അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇവിടെ